ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. ഡിസംബർ 2-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് വെച്ചാൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള സീസ് ഫയറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഒരു സീസ് ഫയർ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറാണ്. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എഡിറ്റോറിയൽ ആണ്. അപ്പോൾ എന്താണ് വിഷയം, എങ്ങനെയാണ് ഈ ഒരു വെടിനിർത്തലിലേക്ക് വന്നിട്ടുള്ളത്, അത് എത്രമാത്രം ലോങ് സ്റ്റാൻഡിങ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഈ ഒരു ഫയറിംഗ് റോക്കറ്റുകൾ ഒക്ടോബർ 2023 മുതൽ തന്നെ തുടങ്ങിയിട്ടുള്ള വിഷയമാണ്. ഹിസ്ബുള്ള ഈ ഒരു റോക്കറ്റുകൾ പ്രത്യേകിച്ചും ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് പാലസ്തീനുമായിട്ട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പാലസ്തീനെ ഗാസയെ അറ്റാക്ക് ചെയ്തപ്പോൾ, ഇസ്രായേൽ ഹമാസ് വാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ്ബുള്ളയുടെ ലീഡറായിട്ടുള്ള ഹസൻ നസറള്ള അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ സീസ് ഫയർ പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ആദ്യം സീസ് ഫയർ പ്രഖ്യാപിക്കണം ഗാസയുടെ മുകളിൽ. ഗാസയുടെ മേലുള്ള അക്രമം ഇസ്രായേൽ നിർത്തിയെങ്കിൽ മാത്രമേ ഹിസ്ബുള്ള സീസ് ഫയർ പ്രഖ്യാപിക്കുള്ളൂ, അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് ഹിസ്ബുള്ളയുടെ ലീഡർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് പകരം കൂടുതൽ ഇൻവേഷനിലേക്ക് പോയും ഈവൻ ലെബനനിലേക്ക് പോലും ഇൻവേഷൻ, കാരണം ലെബനനിലാണ് ഹെസ്ബുള്ള ഉള്ളത്, ഈ ലെബനനിലേക്കുള്ള ഇൻവേഷൻ ഒക്ടോബർ 2024 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്രായേലിൽ നിന്ന് പ്രത്യേകിച്ചും നോർത്തേൺ ഇസ്രായേലിലെ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ആൾക്കാരെ തിരിച്ച് അതേ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൂവ്മെന്റ് തുടങ്ങിയത്. കാരണം ഹിസ്ബുള്ളയുടെ നിരന്തരമായിട്ടുള്ള റോക്കറ്റ് അറ്റാക്കുകളെ പേടിച്ചുകൊണ്ട് ഒരുപാട് ഇസ്രായേൽ ആൾക്കാർ ഈ ഒരു ബോർഡർ ഏരിയാസിൽ നിന്നും മെല്ലെ ലെബനൻ ബോർഡറിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്, ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ലെബനനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ US-ഉം ഫ്രാൻസും ഒക്കെ മീഡിയേറ്റ് ചെയ്യുകയും ആ ഒരു സീസ് ഫയർ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ട്രൂപ്പുകളെ വിഡ്രോ ചെയ്യാം ലെബനിൽ നിന്ന് പറയുകയും, അതുപോലെ ഹിസ്ബുള്ള അവരുടെ ലിത്താനി എന്ന് പറയുന്ന റിവറിന്റെ നോർത്തിൽ നിന്നുള്ള ട്രൂപ്പുകളെ റീഡിപ്ലോയ് ചെയ്യാം എന്നും പറഞ്ഞ് ഒരു സീസ് ഫയർ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെബനീസ് ആർമി ഈ ഒരു സീസ് ഫയർ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തുവെക്കുന്നതാണ്. അപ്പോൾ രണ്ട് ഭാഗവും അവരുടേതായിട്ടുള്ള വിജയം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും രണ്ടുപേർക്കും വലിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹിസ്ബുള്ളയുടെ കേസിൽ ഒരുപാട് ഫൈറ്റേഴ്സിനെ നഷ്ടപ്പെട്ടു, അവരുടെ സ്ട്രോങ് ഏരിയാസ് നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ അവരുടെ സൗത്തേൺ ബെയ്റൂട്ട് പോലുള്ള പ്രദേശങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഇസ്രായേലിന്റെ കേസിലാണെങ്കിലും അവർക്ക് ഒരുപാട് എയർ സുപ്പീരിയോറിറ്റി ഉണ്ടായിരുന്നു എങ്കിൽ പോലും, ടെറിട്ടോറിയൽ അഡ്വാൻസ് കരമാർഗമുള്ള യുദ്ധം ആരംഭിച്ചെങ്കിൽ പോലും വലിയ റെസിസ്റ്റൻസ് ആണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് നേരിട്ടത്. കാര്യമായിട്ടുള്ള ഒരു അഡ്വാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സീസ് ഫയർ വന്നു എന്നുള്ളത് ഒരാശ്വാസം തന്നെയാണ്. പക്ഷേ ഇതൊരു ഷോർട്ട് ലിവ്ഡ് ആവാനാണ് സാധ്യത എന്നുള്ളതാണ് എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. അതായത് ഈ ഒരു ടെൻഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്, ഇസ്രായേൽ ഗാസയുടെ മേലെ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യുഎസിന്റെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ബോർഡർ സീസ് ഫയറിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ചും ഗാസയിലും സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഓഥർ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും വെസ്റ്റ് ഏഷ്യൻ കോൺഫ്ലിക്റ്റിൽ ചെറിയൊരു ആശ്വാസമായിട്ട് നമുക്ക് ഈ ഒരു സീസ് ഫയറിനെ കാണാവുന്നതാണ്. അടുത്തൊരു വാർത്ത ഏർബൻ ഇന്ത്യയിലുള്ള ഹെൽത്ത് ചാലഞ്ചസുമായി ബന്ധപ്പെട്ടാണ്. നഗരപ്രദേശങ്ങളിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ബേർഡിനെ കുറിച്ചും ഒക്കെയാണ് ഓഥർ ഇവിടെ പറയുന്നതായിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു BMTCയുടെ ബസ് ഡ്രൈവർ ഒരു കാർഡിയാക് അറസ്റ്റ് മൂലം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഏർബൻ വർക്കേഴ്സിൻ്റെ ഇടയിൽ, നഗരപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനെ കുറിച്ചിട്ടാണ് പോയിന്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഗിഗ് വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, സാനിറ്റേഷൻ സ്റ്റാഫുകൾ, ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ പലരും ഇത്തരത്തിലുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവർക്കാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല, വർക്കിംഗ് കണ്ടീഷൻസ് ആണെങ്കിൽ വളരെ മോശം സാഹചര്യമാണ്, കൂടാതെ വളരെ ഹസാഡസ് ആയിട്ടുള്ള സാഹചര്യത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ന്യൂട്രീഷനോ ഹൈജീനോ ഒന്നും ലഭിക്കുന്നില്ല. ഇതെല്ലാം തന്നെ രോഗം ഉള്ള ആൾക്കാർ വളരെ വേഗത്തിൽ മരണപ്പെടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ മരണകാരണമാകുന്നതിന്
കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ചും വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകളായിട്ടുള്ള ആൾക്കാർ, അതായത് നഗരപ്രദേശങ്ങളിലേക്ക് ജോലിക്കും വേണ്ടി മറ്റു വരുന്ന മൈഗ്രൻസ്, അതുപോലെ തന്നെ ഇൻഫോർമൽ വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, സ്ലംസിലും മറ്റുമൊക്കെയാണ് ഇവർ താമസിക്കുന്നതായിട്ടുള്ളത്. വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്ത് റിസ്കുകൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്കുണ്ട്. അവിടുത്തെ ഹൗസിംഗ് ഫെസിലിറ്റീസും വളരെ പുവറാണ്. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും വളരെ പുവർ ആയിരിക്കും. ഈവൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് ആക്സസ് കിട്ടാത്ത സാഹചര്യത്തിലാണ്. അതായത് സമൂഹത്തിൽ തന്നെ മാർജിനലൈസ് ചെയ്യപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വർക്കേഴ്സിനെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൈഗ്രന്റ് ഇൻഫോർമൽ വർക്കേഴ്സിനെ നമുക്ക് നഗരങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ നഗരങ്ങളിൽ ഒരുപാട് ഹെൽത്ത് പോളിസിയും ഈവൻ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള വിവിധ പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും, അതായത് ഇന്ത്യക്ക് ഒരു നാഷണൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സർവേലൻസ് പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു പോളിസി തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്തതായിട്ടുള്ള ജീവിതശൈലി സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ അതിനെ സർവെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും പോളിസി ഉണ്ടെങ്കിൽ പോലും അതൊന്നും കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ പുവർ ആയിട്ടുള്ള എക്സിക്യൂട്ടേഷൻ ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ ബർഡനിങ് പോലുള്ള സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് ഹെൽത്ത് സിസ്റ്റംസ് അതിന്റെ എഫക്റ്റീവ്നെസ്സിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല. റാപ്പിഡ് ആയിട്ടുള്ള urbanization-ഉം വളരെ വേഗത്തിൽ നടക്കുന്ന നഗരവൽക്കരണവും ആൾക്കാരുടെ പോപ്പുലേഷൻ വർധനവും എല്ലാം തന്നെ ഇതിന് മറ്റൊരു കാരണമാണെന്ന് പറയാൻ വേണ്ടി പറ്റും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷന്റെ ഏകദേശം പകുതിയോളം പോപ്പുലേഷൻ അർബൻ ഏരിയയിലാണെന്ന്, ഏകദേശം അർബൻ ഏരിയയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതും കാര്യമായിട്ട് ഇതേപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെൽത്ത് ചാലഞ്ചസ് എന്ന് പറയുന്നത് അർബൻ മേഖലയിൽ കാര്യമായിട്ട് സിവിയർ ആയിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് NCDs, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഒബേസിറ്റി തുടങ്ങിയിട്ടുള്ള രോഗങ്ങളുടെ വർധനവ്. അതേപോലെ തന്നെ ടൊബാക്കോ, ആൽക്കഹോൾ കൺസംഷൻ ഡിക്ലൈൻ ചെയ്യുന്നതായിട്ടും റീസെന്റ് ആയിട്ടുള്ള ഡാറ്റയിൽ കാണുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ള സ്ക്രീനിങ്ങോ പ്രിവെൻഷനോ നടക്കുന്നില്ല. ഇവർക്ക് രോഗമുണ്ടെന്ന് അറിയുന്നില്ല. ആള് മരണപ്പെടുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ള രോഗം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ ഈവൻ ട്രീറ്റ്മെന്റിനാണെങ്കിലും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, ഹെൽത്ത് എക്സ്പെൻസസ് വളരെയധികം കൂടുകയും ആൾക്കാർ കടക്കെണിയിൽ പെടുകയും, അതായത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണെന്ന് ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ഹെൽത്ത് എന്ന് പറയുന്നതിനെ കാര്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഹെൽത്ത് ഔട്ട്കംസിനെ കൃത്യമായിട്ട് അവരുടെ വർക്ക് കണ്ടീഷൻസ് മെച്ചപ്പെടുത്തണം, അവരുടെ മൈഗ്രേഷൻ സ്റ്റാറ്റസ് മെച്ചപ്പെടുത്തുക, അതുപോലെ തന്നെ അവർക്ക് ബെറ്റർ ആയിട്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ലഭ്യമാവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ശ്രമം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് ആക്സസിബിൾ ആവുന്ന രീതിയിലേക്ക് പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകിച്ചും അർബൻ മേഖലയിലുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ, വളരെ പൂർ ആയിട്ടുള്ള പ്രൈമറി ഹെൽത്ത് കെയർ സർവീസസ് ലഭിക്കുന്നത് ഇവർക്കാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൈമറി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് എല്ലാ ആൾക്കാർക്കും രോഗത്തിന് ഹെൽത്ത് കവറേജ് കിട്ടുക അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഒരേപോലെ ആക്സസിബിൾ ആവണമെന്നില്ല. അപ്പം നമുക്ക് പ്രിവെന്റീവ് കെയർ കൃത്യമായിട്ട് ഇല്ല എന്നുള്ളതും വളരെ പുവർ ആയിട്ടുള്ള ഹെൽത്ത് ഔട്ട്കംസിലേക്ക് വരുന്നതിന് കാരണമാണ്. അതായത് ഹെൽത്ത് കവറേജ് ഇല്ല എന്നുള്ളതും, അതുപോലെ തന്നെ പ്രിവെന്റീവ് കെയറിന് ആൾക്കാർ വില്ലിങ് ആവുന്നില്ല. ആൾക്കാർ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി രോഗത്തെ ചികിത്സിക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം. പ്രത്യേകിച്ചും എംപ്ലോയേഴ്സിൻ്റെ ഇടയിലും മുനിസിപ്പാലിറ്റീസും ഹെൽത്ത് സിസ്റ്റംസ് ഒക്കെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടെക്നോളജീൻ്റെ ആ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടെക്നോളജീനെ നമുക്ക് ലെവറേജ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഡിജിറ്റൽ ടെക്നോളജിക്ക് നമുക്ക് റിയൽ ടൈം മോണിറ്ററിങ്, ആൾക്കാരുടെ ഹെൽത്തിനെ റിയൽ ടൈം മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റും. പ്രത്യേകിച്ചും ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുവഴി വളരെ കൃത്യമായിട്ട് ആൾക്കാരെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരത്തിൽ ഈ ഒരു ഹെൽത്ത് കൺസേൺസ് ഉള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാനും അവർക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് നൽകുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് നൽകുന്നതിന് വേണ്ടി പറ്റും. അത് ഇൻഡിവിജ്വൽ ലെവലിലായിക്കോളും കമ്മ്യൂണിറ്റി ലെവലിലായാലും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ് ലെവൽ ആക്ഷൻസ്, ഗവൺമെന്റ് തലത്തിലുള്ള നടപടികൾ വേണം. ഹെൽത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു വിഷയമാണ്. സോ സ്റ്റേറ്റ് ലെവലിൽ പ്രത്യേകിച്ച് പ്രൈമറി ഹെൽത്ത് കെയറിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അർബൻ കമ്മ്യൂണിറ്റീസിന് സ്പെഷ്യൽ ഫോക്കസ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇതിൽ മൈഗ്രൻസിനും ഇൻഫോർമൽ വർക്കേഴ്സിനും കൃത്യമായിട്ടുള്ള കൺസിഡറേഷൻ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ ലോക്കൽ ബോഡീസിനെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക്, ഹെൽത്ത് കെയർ സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഓർത്തുവെക്കാം. അടുത്തൊരു വാർത്ത,
ഇന്ത്യയിലെ ഒരു AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്? എന്താണ് ഇതിന്റെ ഐഡിയ? ലോകത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടോ? എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.